റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വൈക്കം ക്ഷേത്രത്തിന് കീഴിലെ ഭൂമി റവന്യൂ പുറമ്പോക്കാക്കാൻ ശ്രമം നടക്കുന്നതായി പരാതി. ഡിജിറ്റൽ സർവേ സമയത്ത് രേഖകൾ സമർപ്പിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാതെ ദേവസ്വം അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുന്നുവെന്നാണ് ആക്ഷേപം. മുരാരി ബാബു ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന കാലത്താണ് അട്ടിമറിയെന്നും പരാതിയുണ്ട്. പല ഭൂമികളും സ്വകാര്യ വ്യക്തികൾ കൈക്കലാക്കിയതായും പരാതിയിൽ പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ ഈ റവന്യൂ പുറമ്പോക്ക് ആക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ പ്രധാനമായിട്ട് ചെയ്തേക്കണേ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ എൻ്റെ ഭൂമി പോലുള്ള പോർട്ടലുകളിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. വൈക്കം മഹാദേവ ക്ഷേത്ര ഭൂമി അടക്കം റവന്യൂ പുറമ്പോക്കെന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ അത് നമ്മൾ വ്യക്തമായ രേഖകൾ കൊടുത്തിട്ട് പോലും വിജിലൻസോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ദേവസ്വത്തിൻ്റെ മറ്റ് അധികാരികളോ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇത് ഡിജിറ്റൽ സർവേ നടക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നത് ഇപ്പം മുരാരി ബാബു സാറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ ഇരുന്ന കാലഘട്ടത്തിൽ ആണോ ഈ ഡിജിറ്റൽ സർവേ നടക്കുന്നത്? അപ്പോൾ അവർ ഒബ്ജക്ഷൻ കൊടുക്കാതിരുന്നത് അത് കാരണമാകാനും സാധ്യതയുണ്ട്. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ഈ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഭൂമികൾ, പല ഭൂമികളും സ്വകാര്യ വ്യക്തികൾ കൈക്കലാക്കിയെന്നും പരാതിയിൽ പറയുന്നു. ഇതിപ്പോൾ പരാതി ഉന്നയിക്കുന്നത് ആരാണ്, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മുരാരി ബാബുവിന്റെ അടക്കം പേരുകൾ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന കാലത്ത് അട്ടിമറി നടന്നു എന്നാണോ പരാതി? ശ്രുതി, ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഈ വൈക്കം ക്ഷേത്രത്തിന്റെ ഘടകക്ഷേത്രത്തിന്റെ മുൻ ഉപദേശക സമിതി സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അടക്കമുള്ള പല ഭൂമികളും അല്ലെങ്കിൽ തണ്ടാധാരത്തിലും അതുപോലെ തന്നെ നടപ്പേരിലുമൊക്കെ കാണിക്കുന്ന പല രേഖകളും പല ഭൂമികളും ഇപ്പോൾ ഈ റവന്യൂ പുറമ്പോക്കായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ പല ഡിജിറ്റൽ രേഖകളിലും പരിശോധിക്കുമ്പോൾ അത് റവന്യൂ പുറമ്പോക്ക് എന്ന രീതിയിൽ എഴുതി കാണിക്കുന്നു. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ആക്ഷേപമാണ് എന്തായാലും ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ദേവസ്വം വിജിലൻസ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈക്കം ക്ഷേത്രത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ദേവസ്വം വിജിലൻസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന 2023 കാലഘട്ടത്തിലാണ് ഈ ഡിജിറ്റൽ സർവേ നടത്തുന്നത്. ആ സമയത്ത് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ, ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖ നടക്കുമ്പോൾ അനുബന്ധ രേഖകൾ നൽകും. ദേവസ്വം ബോർഡ് ഭൂമിയാണെന്ന് കാണിക്കുന്ന രേഖകൾ നൽകുകയോ വില്ലേജ് അധികൃതർ ഇത് വേണ്ട രേഖകൾ ദേവസ്വം ബോർഡിന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ മുൻ ഉപദേശക സമിതി സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയുടെ പരാതി എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടക്കുക അല്ലെങ്കിൽ ഈ ഒരു സമവായം നടക്കുന്നു അല്ലെങ്കിൽ ഇവരെ ഒത്തുകളിക്കുന്നത് ഈ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ പല ദേവസ്വം ബോർഡിന്റെ ഭൂമികളിലും സ്വകാര്യ കെട്ടിടങ്ങളുണ്ട്, സ്വകാര്യ സമുദായങ്ങൾക്ക് ലീസിനായി നൽകിയ ഭൂമികളുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ ലീസിൽ നൽകിയ ഭൂമികളൊക്കെ തന്നെ പുറമ്പോക്കാവുമ്പോൾ സ്വാഭാവികമായി ഇവർ അതിലൊരു ക്ലെയിം ചെയ്യുകയും ഈ സ്വകാര്യ വ്യക്തികൾ ഇത് കൈക്കലാക്കുകയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അട്ടിമറിയിൽ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നു എന്നൊരു ആക്ഷേപമാണ് നടത്തുന്നത്. ഏക്കർ കണക്കിന് ഭൂമി ദേവസ്വം ബോർഡിന്റെ വിശദാംശങ്ങൾ നൽകിയത്.